ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ്. നമ്മളിവിടെ പനീർ തവ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 2 ടീസ്പൂൺ ചുവപ്പ് മുളകും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും, ഇനി 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും, ഇനി ഒരു 1/4 ടീസ്പൂൺ ജീര പൗഡറും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ആംചൂർ പൗഡറാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. ഇതിൽ 2 1/4 ടീസ്പൂൺ വെച്ചിട്ട് 2 പ്രാവശ്യമാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ചേർക്കേണ്ടത്. അധികം പുളിയില്ലാത്ത കട്ട തൈര് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ കെച്ചപ്പ് ചേർക്കാം. ഇതിൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കെച്ചപ്പാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പെല്ലാം ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് വെക്കാം. ഇപ്പം നല്ല പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ എടുക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് നല്ല ഈക്വൽ ആയിട്ടുള്ള ഒരു 12 പീസാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇനിയും ചെറുതാക്കിയിട്ട് മുറിക്കുക, അല്ലെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത്. ഫ്രീസറിൽ വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഒരു കഷ്ണം ബട്ടറും ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചൂടായി ബട്ടറെല്ലാം ഒന്ന് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ബട്ടറെല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പനീർ മസാല പുരട്ടിയ പനീർ നമുക്കിതിലേക്ക് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ മസാല അങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അതുമാത്രമല്ല ഇത് ഇട്ട പാടന്നെ അത് എടുത്ത് മറിച്ചിട്ട് തിരിച്ചിട്ട് ചെയ്യാൻ പാടില്ല. കുറച്ച് സമയത്തേക്ക് അത് കുക്ക് ചെയ്യാൻ വെക്കണം, അല്ലെങ്കിൽ അതിലെ മസാല എല്ലാം വിട്ടുപോകും. അപ്പം ഇതുപോലെ കുറച്ച് സമയത്തേക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് തിരിച്ച് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കുന്നതിന് മുന്നേ നല്ല ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി ഇത് വേഗം തന്നെ ഒരു സെർവിങ് പാനിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ.